ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സംഭവം എന്താണെന്നല്ലേ, നമുക്കിന്നൊരു മുട്ടൻ പണി കിട്ടിയായിരുന്നു അല്ലേ. ഉച്ചയ്ക്ക് നമ്മൾ ഡൽഹിയിൽ വന്നതിന് ശേഷം 32-ൻ്റെ പണി കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിൽ നമ്മൾ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ഒരു റൂം ബുക്ക് ചെയ്തായിരുന്നു. അപ്പം റൂം ബുക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റൂം ബുക്ക് ചെയ്ത് ആ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് എന്തായിരുന്നു പ്രശ്നം? നല്ല നീറ്റുള്ള റൂം, മാറിയിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബാത്റൂം പോലും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. ബാത്റൂം പോലും ക്ലീൻ ചെയ്തിട്ടില്ലാത്ത അവസ്ഥ. അപ്പോൾ അതായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് പോലും നമ്മൾ ആ റൂമിനകത്ത് നിന്നില്ല. നേരെ അവിടെ നിന്ന് വെളിയിൽ ചാടി. നമ്മളത് നെഗറ്റീവ് ചെയ്യാൻ പക്ഷേ ഓൾറെഡി റിട്ടയറിങ് റൂം, നമ്മുടെ റെയിൽവേയുടെ റിട്ടയറിങ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ടെൻഷനായിരുന്നു, എങ്ങനെയായിരിക്കും അതിൻ്റെ ഡോർമെറ്ററി സർവീസ് കാര്യങ്ങളെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം 8 മണിക്കായിരുന്നു റൂം ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഡോർമെറ്ററി. അപ്പം നമ്മൾക്ക് രാവിലെ നമ്മൾ മണാലിയിൽ നിന്ന് ഡൽഹി വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നമുക്കങ്ങ് സെറ്റായില്ല, ഭയങ്കര തണുപ്പ്. അപ്പോഴ് എന്താ പറയുക, നമ്മൾ 1-2 സ്ഥലമൊക്കെ പോയി കറങ്ങി തിരിച്ച് വന്നപ്പോൾ തീരെ അങ്ങ് വയ്യാണ്ടായിപ്പോയി. ക്ഷീണം, ഇന്നലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, പിന്നെ യാത്രയുടെ ക്ഷീണം. 10-16 മണിക്കൂർ ബസ്സിൽ ഇരുന്നല്ലേ. നമ്മൾ ബസ് യാത്ര കുറവാണ് അല്ലേ, ബൈക്ക് യാത്രയാണല്ലോ. അത് നമ്മളറിയുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ബൈക്കിലാണ് യാത്ര ചെയ്യണമെന്നുള്ളത്. അപ്പം ബസ് യാത്ര ഭയങ്കര ടയർഡായിപ്പോയി. അപ്പം ഇന്ന് സാരമില്ല, ഡോർമെറ്ററി എടുത്തത് പോട്ടെ, കുഴപ്പമില്ല, നമുക്കൊരു റൂം സെറ്റാക്കാന്നുള്ള രീതിക്ക് റൂം ബുക്ക് ചെയ്തപ്പോൾ അത് അതിനേക്കാൾ വലിയ പണി. പക്ഷേ ക്ഷീണം തോന്നിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ആ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഡോർമെറ്ററി തന്നെ യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അതൊരു നല്ല തീരുമാനമായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂമിൻ്റെ ഫെസിലിറ്റീസ് ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. 10 ബെഡുള്ള റൂം. അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോ ബെഡ് വെച്ചിട്ട് നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, ബെഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റൂമാണ് കേട്ടോ. അതേപോലെ ഒരു ബ്ലാങ്കറ്റ് അവർ തന്നിട്ടുണ്ട്. അതേപോലെ ഹീറ്ററുണ്ട്, അതായത് തണുപ്പ് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറ്ററുണ്ട്. അതേപോലെ ലേഡീസിൻ്റെ ബാത്റൂമും ജെൻസിൻ്റെ ബാത്റൂമും സെപ്പറേറ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ ഷവർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷവർ റൂമിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതിനകത്ത് ചൂടുവെള്ളം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെപ്പറേറ്റ് ലോക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ അവിടെ ബെഡിനനുസരിച്ച് ലോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ലോക്കേഴ്സിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് ഇത് തന്നെയാണ്, ഈ 2 ഇത് വെച്ചിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. കാരണം നമ്മളെ കൂടെ ഒരു പട്ടാളക്കാരന് ഇവിടെ സ്റ്റേ ചെയ്യാനുണ്ട്. അപ്പം പുള്ളി ഭയങ്കര സേഫ്റ്റി ആയിട്ട് ഇതുണ്ട്. ഇവിടെ 2 ബെഡും കൂടെ. വെള്ളം മേടിക്കാൻ പുറത്ത് പോയപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തൊന്ന് നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ഹിന്ദി ഒന്നും നന്നായിട്ട് അറിയാമെന്ന്. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പുള്ളിക്കാരന് 2 മണിക്കൂർ നേരത്തേക്ക് പുറത്ത് പോകണമായിരുന്നു പറഞ്ഞു. അപ്പോൾ 2 ടേബിൾ എടുത്ത് വെച്ചിട്ട് പറയാം, അപ്പുറത്തെ ബെഡിലുള്ള ആളവിടെ കിടക്കണതല്ലേ, അതുകൊണ്ട് ഈ സൈഡിലല്ലേ കിടക്കുന്നത്. അപ്പോൾ 2 ടേബിളിലോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ടേബിൾ എടുത്ത് വെച്ചിട്ട് ഒരു ചെറുക്കവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെയും ഭീഷണിപ്പെടുത്തി അവൻ്റെ ബെഡിൽ നിന്ന് എണീക്കാറുണ്ട്. അതിന് ശേഷം അവിടെ എണീച്ചിട്ടില്ല. ആ പട്ടാളക്കാരൻ പുറത്ത് പോയിക്കാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. നല്ല ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം തന്നെ ഇവർ 2 പ്രാവശ്യം വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാത്റൂമിൽ പോയിരുന്നില്ല, ആ സമയത്ത് അവർ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ പോയ സമയത്തെ അവർ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അതായത് ലേഡീസിൻ്റെ ഇതിൽ ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
അവിടുത്തെ വേസ്റ്റ് മാത്രം എടുത്തിട്ട് പുള്ളി പോയി. അതേപോലെ ഇവിടെ വന്ന് തുടച്ചൊക്കെ ഇട്ടു, കംപ്ലീറ്റ് തുടച്ചൊക്കെ ഇട്ടു. നമുക്ക് 2 ബെഡാണ് കേട്ടോ, 2 കട്ടിലാണ്. നമ്മളതിങ്ങനെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഇട്ടിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ കട്ടിലും കിടക്കുന്നത്. ഓരോ കട്ടിലും കിടക്കുന്നത്. നമ്മൾ നമ്മുടെ ബെഡ് അടുത്തടുത്തിട്ടു മാത്രം. പക്ഷെ കൊള്ളാം, അത്യാവശ്യം നല്ല ഫെസിലിറ്റേഷനാണ്. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. അങ്ങനത്തെ ഒരു ധൈര്യക്കുറവൊന്നുമില്ല. പിന്നെ എൻ്റെ ബെഡിന് മാത്രമായിട്ട് നാഗവല്ലി കയറിയ പോലെ കീറ സൗണ്ട് ഉണ്ട്. അതെന്താ, അത് ആ ബെഡിന് മാത്രം ഉണ്ടോ? പഴയ ബെഡല്ലേ, ബെഡ് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ ഇന്ന് രാത്രി ഉറങ്ങി 200 രൂപ ഒരാൾക്ക് 200 രൂപ 12 മണിക്കൂർ വളരെ ചീപ്പസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ ഇന്ന് രാത്രി 8 മണി തൊട്ട് നാളെ രാവിലെ 8 മണി വരെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക്, ഞാൻ ട്രെയിനിലെല്ലാം പോണത് ആദ്യമാണ്, അത് വേറെ കാര്യം. ഫുള്ളും ഫാനുണ്ട്, AC ഉണ്ട്. AC കോച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, AC വർക്ക് ചെയ്യുന്നില്ല, ഹീറ്റർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് പുറത്തുള്ള തണുപ്പാണ്. ഹീറ്റർ നിൽക്കണോണ്ടാണ് ഇത്രയും തണുപ്പ് നമുക്ക് ഇതാകത്തത്. സത്യം പറയല്ലേ, ഇവിടെ കണ്ടുകൂടാത്ത മഞ്ഞുണ്ട്. രാവിലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും, നമുക്ക് രാവിലെ വന്നിറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ കംപ്ലീറ്റ് മഞ്ഞ്. ചണ്ഡീഗഡ് കൊടുത്ത് തുടങ്ങിയ മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗ്, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോഗാണ് അവിടെ തൊട്ട് ഇങ്ങറ്റം വരെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ശരി, ബൈ ബൈ എല്ലാവർക്കും. ഗുഡ് നൈറ്റ്.